കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം ചില മാസങ്ങളായി വിചിന്തന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്നൊരു 2-3 മാസം കൊണ്ട് ഇത് തീർക്കാമെന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങിയെങ്കിലും ചില വാക്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തതുകൊണ്ട് അത് നീളാനായിട്ടിടയായിട്ട് തീർന്നു. എപ്പോഴും ഒരാളിൽ നിന്ന് കേൾക്കുന്നതിനെക്കാട്ടിൽ ആൾക്കാർ മാറി വേറെ ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നതും നല്ലതാണ്. നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് അവരെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വസ്തുതകൾ ചുരുക്കമായി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഒരു സഭയിലെ മൂപ്പന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ അവരെ ഓർപ്പിക്കുമ്പോൾ, അടുത്ത വാക്യത്തിൽ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, ഇളയവർ എങ്ങനെയായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവസഭയിലെ വിശ്വാസികൾക്ക് മൂപ്പന്മാരോടുള്ള ബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാൻ ദൈവസഭയെക്കുറിച്ച് ക്ലാസ് എടുത്ത ആ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടും ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 7 ഉത്തരവാദിത്തങ്ങൾ ദൈവസഭയിലെ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾക്കുള്ളത് വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഒന്ന് ചൂണ്ടിക്കാണിച്ച് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്. ഒന്നാമത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു സ്ഥലം സഭയിലെ വിശ്വാസികൾ അവരുടെ സ്ഥലം സഭയിൽ അധ്വാനിക്കുന്ന ഇടയന്മാരായി മൂപ്പന്മാരായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരാരാണെന്ന് അറിവുള്ളവരായിരിക്കണം. ചിലരൊക്കെ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സഭയിൽ മൂപ്പന്മാരില്ല എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമായിട്ട് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ സഭയിൽ സുവിശേഷകന്മാരില്ല, മൂപ്പന്മാരില്ല, ഞങ്ങളെല്ലാവരും കൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന വിശ്വാസികളുള്ള ബ്രദറൻ സഭകളുണ്ട്. വചനത്തിൻ്റെ ക്രമീകരണം അതല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അന്നേരം ഒന്നാമത്, നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവമക്കളുടെ മധ്യത്തിൽ അധ്വാനിക്കുന്ന, ദൈവസഭയെ ഭരിക്കുന്ന, പ്രബോധിപ്പിക്കുന്നവരാരാണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ആടുകളുടെ ഉത്തരവാദിത്വമാണ്. ഇടയനെ അറിയാനുള്ള, ഇടയന്മാരെ അറിയാനുള്ള ഉത്തരവാദിത്വം ആടുകളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. 2ാമത്, അതിൻ്റെ അടുത്ത വാക്യം, കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്. 13-ാം വാക്യം, അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അന്നേരം മൂപ്പന്മാരെ അവരാരാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, പൗലോസ് ഓർപ്പിക്കുകയാണ്, അവർ നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്ന വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കി അവരോട് സ്നേഹത്തിൽ ഇടപെടുവാൻ. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ആ പ്രാധാന്യം നൽകി അവരെ സ്നേഹിക്കുവാനുള്ള
ഉത്തരവാദിത്വം ദൈവ സഭയിലെ വിശ്വാസികൾ കൊണ്ട് സ്നേഹത്തോടെ വിചാരിക്കണം. ചില വിശ്വാസികളൊക്കെ മൂപ്പന്മാരെ കാണുമ്പോൾ ശത്രുക്കളെ പോലെയാണ്. കാരണം ഒരാഴ്ച വന്നില്ലെങ്കിൽ എന്താ വരാത്തത് എന്ന് അന്വേഷിക്കുന്നു, അവരെ ഫോൺ വിളിക്കുന്നു, അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു. ഇനി വല്ലാത്ത ഹെയർ സ്റ്റൈലിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ പരാതിയാണ്, വേണ്ട അച്ചായൻ എന്നോട് എന്താ മുടി നീട്ടി വളർത്തിയത്, എന്താ മുടി വെട്ടാത്തത്, എന്താ താടി വെച്ചത്, എന്താ ഫ്രഞ്ച് താടി വെച്ചത് എന്നൊക്കെ ചോദിച്ച് മൂപ്പന്മാർ അന്വേഷിക്കുന്നു എന്ന് പരാതി പറയുന്ന വിശ്വാസികൾ ഉണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തലയിൽ എന്താ മൂടുപട വിട്ടുകൊണ്ടിരിക്കാത്തത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ വസ്ത്രം ധരിച്ചുകൊണ്ട് സഹോദരി വരാഞ്ഞത്. അന്നേരം മൂപ്പന്മാർ ഈ നിലയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ പല വിശ്വാസികളും മൂപ്പന്മാരെ മൂർഖന്മാരെ കാണുന്നതിൻ്റെ കൂടെ കാണുന്ന അവസ്ഥയുണ്ട്. ഇതിലൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മധ്യത്തിൽ അധ്വാനിക്കുന്നവരെ അറിഞ്ഞ് അവർ ചെയ്യുന്ന വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ദൈവം എഴുന്നേൽപ്പിച്ചവരാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപാവരം നൽകി ദൈവസഭയിലാക്കി വെച്ചവരാ. അവരുടെ ഉത്തരവാദിത്വമാണ് ദൈവസഭയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ശ്രദ്ധിക്കുക, പോരായ്മ കാണുന്നിടത്ത് പ്രബോധിപ്പിക്കുക, അച്ചടക്ക നടപടി എടുക്കേണ്ട സമയത്ത് അച്ചടക്ക നടപടി എടുക്കുക. അതുകൊണ്ട് അവരോട് വല്ലാതെ കാണുന്ന, അവരെ വല്ലാതെ കരുതുന്ന വിശ്വാസികളുണ്ടെന്നാൽ ഇവിടെ സ്നേഹത്തോട് അവരോട് വർത്തിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. മൂന്നാമത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 2-ാം ഭാഗം, അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവിടെ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ദൈവസഭയിലെ വിശ്വാസികൾ അവരെ നടത്തുവാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരെ അനുകരിക്കേണ്ടതാണ്, അവരെ മാതൃകയാക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായ മൂപ്പന്മാർ വിശ്വാസികൾ അനുകരിക്കത്തക്ക നിലയിൽ മാതൃകയോടെ ജീവിക്കുമ്പോൾ വിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മൂപ്പന്മാരെ അനുകരിക്കുക എന്നുള്ളതാണ്, അവരെ മാതൃകയാക്കുക എന്നുള്ളതാണ്. 4-ാമത്, എബ്രായ ലേഖനം 13-ന്റെ 17-ാം വാക്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. അവിടെ ഓർക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കുക. മൂപ്പന്മാരെ ദൈവസഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ച് മൂപ്പന്മാർ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം സഭയെ അറിയിക്കുമ്പോൾ, അവരൊരു തീരുമാനമെടുത്ത ആ തീരുമാനം വിശ്വാസിയെ അറിയിക്കുമ്പോൾ അത് അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം ആ വിശ്വാസിക്കുണ്ട്, ദൈവസഭയ്ക്ക് പൊതുവായുമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കാനായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, 5-ാമത് അതിൻ്റെ 17-ാം വാക്യത്തിൽ തന്നെയുണ്ട്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ദൈവസഭയിലെ മൂപ്പന്മാർ സന്തോഷത്തോടെ അവരുടെ ശുശ്രൂഷ ചെയ്യാനുള്ള സാഹചര്യം ദൈവസഭയിൽ ഒരുക്കി കൊടുക്കേണ്ടത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാരൻ പറയുന്നത് അത് ഞരങ്ങിക്കൊണ്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല. പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് മൂപ്പന്മാര് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടവരരുത്. സന്തോഷത്തോടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവസഭയിൽ നിർവഹിക്കത്തക്ക നിലയിലുള്ള സാഹചര്യം ദൈവസഭയിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് സഭയിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. 6-ാമത്, നമ്മുടെ ഇന്ന് ആദ്യം വായിച്ച വാക്യത്തിലുണ്ട്, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക. മൂപ്പന്മാർക്ക് കീഴടങ്ങുക. നമ്മളിപ്പോൾ വായിച്ച എബ്രായ ലേഖനം
13-17 വാക്യത്തിലുമുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം മനസ്സിലാക്കി, അവർക്ക് ദൈവം നൽകിയ നിയോഗം മനസ്സിലാക്കി, അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി, അവർക്ക് കീഴടങ്ങിയിരിക്കുവാനുള്ള ആ ഉത്തരവാദിത്വം ദൈവസഭയിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. 7-ാമത് എബ്രായ ലേഖനം 13-7 വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരോട് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് അവിടെ പറയുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അന്നേരം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച് കഴിഞ്ഞ നാളുകളിൽ മാതൃക കാണിച്ച് പ്രബോധനം നൽകി നടത്തിയ ദൈവദാസന്മാർ, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ദൈവദാസന്മാർ, അവരെ ഓർത്തുകൊള്ളണം. ഈ വാക്യമെടുത്ത പരിമല തിരുമേനിയെയും ഓർത്തഡോക്സുകാർ ഓർക്കുന്നത്, മഞ്ഞരിക്കര ബാബായെ യാക്കോബക്കാർ ഓർക്കുന്നത്, ഗീവർഗീസ് പുണ്യവാളനെ എടത്തുവായിലും മലയാറ്റൂരിലുമുള്ളവർ ഓർക്കുന്നത് അങ്ങനത്തെ ഓർമ്മയല്ല. അങ്ങനെയുള്ള മധ്യസ്ഥന്മാർ നമുക്കില്ല. ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. എന്നാൽ അവിടെ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത്, നല്ല മാതൃകകൾ കാണിച്ച് ദൈവസഭയെ പരിപാലിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർക്കുക എന്ന് പറയുമ്പോൾ അവര് ദൈവസഭയിൽ പ്രസ്താവിച്ചിട്ടുള്ള പ്രസ്താവനകൾ, അവര് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ, ദൈവസഭയോട് ബന്ധപ്പെട്ട് അവര് ദൈവസഭയിൽ ശുശ്രൂഷിച്ച കാര്യങ്ങൾ, ഇത് നമ്മുടെ ഭാഗത്ത് കുറവുകൾ ഉണ്ടാകുമ്പോൾ അന്ന് അവര് പറഞ്ഞ ആ കാര്യങ്ങൾ, അതൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് ശരിയായ നിലയിൽ ജീവിക്കുന്നതിന് നമുക്ക് പ്രചോദനമാണ്. 7 കാര്യങ്ങൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 7 കാര്യങ്ങളാണ്. 1, മൂപ്പന്മാരാരാണെന്ന് അറിയണം. 2, അവരോട് സ്നേഹത്തോടെ വിചാരിക്കണം. 3, അവരെ അനുകരിക്കണം. 4, അവരെ അനുസരിക്കണം. 5, സന്തോഷത്തോടെ ശുശ്രൂഷിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. 6, കീഴടങ്ങണം. 7, ഓർക്കണം. അടുത്തതായിട്ട് 1 പത്രോസ്, നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അതേ വാക്യത്തിൽ തന്നെ പത്രോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുക. ഇന്ന് ഒന്നാമത് ഞാൻ ഓർപ്പിച്ചത്, ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങണം. 2-ാമത് എല്ലാ വിശ്വാസികളും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കുക. ഇവിടെ മൂപ്പന്മാരും ഉൾപ്പെട്ടവരാണ്. എല്ലാവരും, ഒരു ദൈവസഭയിലെ എല്ലാ വിശ്വാസികളും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. ദൈവമക്കൾ എന്നുള്ള നിലയിൽ, കൂട്ടു സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ തമ്മിൽ തമ്മിൽ കീഴടങ്ങണമെന്നുള്ള പ്രബോധനം ഇവിടെ വിശ്വാസികൾക്ക് നൽകുകയാണ്. നിഗളിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ എവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷ നിമിത്തം ദൈവത്തിന്റെ സന്നിധിയിൽ നിഗളിക്കാനുള്ള, ദൈവമക്കളുടെ മധ്യത്തിൽ നിഗളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് നോക്കിയേ. നമ്മൾ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ സാധാരണ ചിന്തിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, അത് നമ്മൾ 18-ാം വാക്യത്തിൽ തുടങ്ങുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. പത്രോസിന്റെ ലേഖനത്തിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം എന്ന് ഓർപ്പിക്കുന്നു.
ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന വിശ്വാസികൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അവിടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് സ്തോത്രം ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ആത്മനിറവിൻ്റെ ഫലമാണ് അവിടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. ആ കോണ്ടക്സ്റ്റിലാണ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നത്. എന്നാൽ കുടുംബജീവിതത്തിൽ വരുമ്പോൾ താഴെ പറയുന്നുണ്ട്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഇത് കുടുംബജീവിതത്തിൽ വീട്ടിലെ ക്രമം വേറെയാണ്. വീട്ടിൽ വരുമ്പോൾ അവിടെ ഭർത്താവ് തലയാണ്, ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുക. എന്നാൽ ദൈവസഭയിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. അതിന് തടസ്സമാണ് നിഗളം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇതേ കാര്യം തന്നെ യാക്കോബ് തന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായം 6-ാം വാക്യം, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നിട്ട് അതിന്റെ 10-ാം വാക്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി ആ നിഗളമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ദൈവമക്കൾ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ അന്യോന്യം കണ്ട് അന്യോന്യം മനസ്സിലാക്കി അന്യോന്യം കീഴടങ്ങി ദൈവസന്നിധിയിൽ ജീവിക്കുവാനുള്ള ആ പ്രബോധനം അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികൾക്ക് പൊതുവായിട്ട് നൽകുകയാണ്. 3-ാമത് 5-ന്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പത്രോസ് ഓർപ്പിക്കുകയാണ്, അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നതാകൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. എനിക്കറിയാം, താൻ ആർക്ക് ലേഖനം എഴുതുന്നുവോ അവർ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുക. വലിയ തീവ്രമായ പ്രോസിക്യൂഷൻ അല്ലെങ്കിലും പ്രതികൂലത്തിന്റെ കഷ്ടതയുടെ വേദനയുടെ മധ്യത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ഭാരമെല്ലാം മനസ്സിൽ സ്വരൂപിച്ച് വേദനപ്പെട്ട് തലവേദന എടുത്ത് പ്രശ്നത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലരും അത് ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്യാത്തവരാ മാനസിക രോഗ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നു. ഭാരങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അത് ആരോടെങ്കിലും പങ്കുവച്ചാൽ, ആരെയെങ്കിലും അറിയിച്ചാൽ നമ്മുടെ മനസ്സിനൊരാശ്വാസം ലഭിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നമാണെങ്കിലും ഏത് ഭാരമാണെങ്കിലും നമുക്ക് ഇറക്കി വെക്കാനായിട്ട് ഒരഭയസ്ഥാനം അത് നമ്മുടെ കർത്താവ്. ഈ കത്തോലിക്കരൊക്കെ പറയാൻ കേൾക്കാറുണ്ട്, അച്ഛൻ്റെ അടുക്ക പോയി ഒന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ, മോളെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. പിന്നെ അവരുടെ ഉപദേശം അനുസരിച്ച് എന്ത് പ്രശ്നം പറഞ്ഞാലും അച്ഛൻ വേറെ ആരോടും അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവദിനത്തിൻ്റെ ഒരു ഉപദേശമല്ല. പാപക്ഷമ നൽകാൻ മനുഷ്യന് അധികാരമില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് പ്രശ്നങ്ങളുമായി ഏത് ഭാരങ്ങളുമായി നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങൾ നിരത്തി വെച്ചാൽ, നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ കർത്താവിനെ അറിയിച്ചാൽ
ആ പ്രശ്നങ്ങൾ മാറ്റി തരുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം. ആ നിലയിലുള്ള ഒരു പ്രബോധനം പത്രോസ് ഇവിടെ വിശ്വാസികൾക്ക് നൽകുകയാണ്. നാലാമത്, അതിൻ്റെ 8 മുതൽ 9 വരെയുള്ള ഭാഗം നമുക്ക് വായിക്കാം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുക. ഒക്കെ ഉണർന്നിരിക്കുവാനുള്ള ഒരു ആഹ്വാനം പത്രോസ് വിശ്വാസികൾക്ക് നൽകുകയാണ്. സമചിത്തത പാലിക്കുക. പ്രശ്നത്തിന്റെ നടുവിൽ, എതിർപ്പിന്റെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ സമചിത്തതയോടെ നിങ്ങളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ ഉണർന്നിരിക്കുക. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. നമുക്കറിയാം, ദൈവം സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം സകലവും അറിയുന്നു. പിശാചിന് സർവജ്ഞാനത്വമുണ്ടോ? പിശാച് സർവജ്ഞാനിയല്ല, പക്ഷെ നമ്മേക്കാൾ പിശാചിന് അറിവുണ്ട്. ദൈവം സർവശക്തനാണ്. പിശാച് സർവശക്തനാണോ? അല്ല. എന്നാൽ നമ്മേക്കാൾ ശക്തി പിശാചിനുണ്ട്, സാത്താനുണ്ട്. ദൈവം സർവവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ദൈവമുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്, ദൈവമുണ്ട്. ഇപ്പം ന്യൂയോർക്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെയും കർത്താവ് ഉണ്ട്. പിശാച് സർവവ്യാപിയാണ്. പിശാച് സർവവ്യാപിയല്ല. സർവവ്യാപി എന്ന് പറഞ്ഞാൽ അത് ദൈവം മാത്രമാണ്. പക്ഷെ പിശാചിന്, നമ്മൾ ഓർക്കണം, ഈ സെക്കൻഡിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡിന്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പിശാചിന് ഇവിടെ എൻ്റെ സമീപം നിൽക്കാനായിട്ട് കഴിയും. ന്യൂയോർക്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവിടെ നിൽക്കുന്ന ദൈവദാസന്റെ അടുക്ക നിൽക്കാനും കഴിയും. അതിനടുത്ത സെക്കൻഡിൽ സിംഗപ്പൂരിലുള്ള ദൈവദാസന്റെ വിശ്വാസിയുടെ അടുക്ക നിൽക്കാനും കഴിയും. എന്നാൽ വൺ പോയിന്റ് ഓഫ് ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സമയത്തിന്റെ ഏറ്റവും ചെറിയ കണിക എടുത്താൽ ആ സ്പോട്ടിൽ, ആ പോയിന്റ് ഓഫ് ടൈമിൽ പിശാചിന് ഒരു സ്ഥലത്ത് മാത്രമേ നിൽക്കാനായിട്ട് കഴിയൂ. എന്നാൽ ദൈവത്തിന് ഇവിടെയും അവിടെയും എവിടെയും ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. ദൈവം സർവവ്യാപിയാണ്. ദി ഓംനി പ്രസൻസ് ഓഫ് ഗോഡ്. എന്നാൽ പിശാച് അങ്ങനെയല്ല. എന്നാൽ പിശാചിന്റെ ദൂതന്മാർ, പിശാചിന്റെ ഏജന്റന്മാര് എവിടെ ഉണ്ട്? എസ് ജോൺസൺ അകത്തില്ല, പക്ഷേ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ പുറകിലുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട്, ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. എവിടൊക്കെ എൻ്റെ ചുറ്റും നിൽക്കാമോ അവിടൊക്കെ ആരുണ്ട്? ഡീമൺസ് ഉണ്ട്. ഡീമൺസ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വീണുപോയ ദൂതന്മാരാണ്, സാത്താന്റെ അനുയായികളാണ്. അത് ഏഞ്ചൽസ് ഓഫ് സാറ്റൻ. നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ കേട്ടിട്ട് ചോദിക്കും, ഭൂതങ്ങളുണ്ടോ? ഓ ഇല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭൂതങ്ങളുണ്ടോ? ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ എന്തുണ്ട്? ഭൂതങ്ങൾ ഉണ്ട്. ദ ഡീമൺസ് ആർ ദെയർ. ദേ ആർ ദ ഫോളൻ ഏഞ്ചൽസ്. ദേ ആർ ദ ഫോളോവേഴ്സ് ഓഫ് സാറ്റൻ, ഏജന്റ്സ് ഓഫ് സാറ്റൻ. ദേ ആർ ദെയർ എവരിവെയർ. പക്ഷെ ഒരു വിശ്വാസിയിൽ ആരില്ല. വിശ്വാസിക്ക് അകത്തേക്ക് കടന്നു വരാനായിട്ട് സാത്താനോ സാത്താന്റെ ദൂതന്മാർക്കോ കഴിയുകയില്ല. പക്ഷെ എവിടെ ഉണ്ട്? നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
അപ്പോൾ തന്നെ നമ്മെ സംരക്ഷിക്കാൻ ആരുണ്ട്? നല്ല ദൂതന്മാര് നമ്മെ സംരക്ഷിക്കാൻ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാനായിട്ട് കഴിയുകയില്ല. എന്നിട്ട് ഇവിടെ പത്രോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മളെ തെറ്റിലേക്ക് നയിക്കുവാൻ, പാപം ചെയ്യിപ്പിക്കുവാൻ, പ്രലോഭിപ്പിക്കുവാനായിട്ട്, വിവിധ തെറ്റുകളിലേക്ക് ആകർഷിക്കാനായിട്ട് ചുറ്റുപാടുമുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ലാപ്ടോപ്പ് തുറന്ന് അസൈൻമെന്റ് ചെയ്യാനായിട്ട് തുറക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവരും, ആ സൈറ്റിലോട്ടൊന്ന് പോയാലോ, ആ കാർട്ടൂൺ ഒന്ന് കണ്ടാലോ, ആ ഗെയിം ഒന്ന് കളിച്ചാലോ. നമ്മളെ വിവിധ നിലകളിൽ നമ്മുടെ ചിന്തകളെ തെറ്റിലേക്ക് നയിക്കുന്നത് ആരാ? പിശാചും അവന്റെ ദൂതന്മാരുമാണ്. എന്നിട്ട് നമ്മൾ ഓർക്കണം, ഞാൻ പട്ടം സഭയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ദൈവവൈതലാണ്. ഒരിക്കലും ഈ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് വിധേയനാകാനായിട്ട് പാടില്ല. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടവനാണ്. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റിൽ നിന്ന് പിന്തിരിയണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, പിശാച് ആരെ വിഴുങ്ങേണ്ടു, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ പിശാച് പരാജയപ്പെട്ട സിംഹമാണ്. ഈ ലയൺ ഡിഫീറ്റഡ് ലയണാണ്. സാധാരണ ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു ജീവിയെ കിട്ടിയാൽ സിംഹം എന്ത് ചെയ്യും? കൂർത്ത നഖങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് അതിന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് അത് കടിച്ചു കീറും, പറിച്ചു കീറും. തന്റെ മുന്നിൽ കിട്ടുന്ന ഒരു ഇരയെ ആ കൂർത്ത നഖങ്ങളും പല്ലുകളും കൊണ്ട് വലിച്ചു കീറി, കടിച്ചു കീറി കഴിക്കുന്ന സിംഹം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന് കടിച്ചു കീറാനുള്ള ശേഷി ഇല്ല. ഈ സിംഹം പല്ലുപോയ സിംഹമാണ്. നമ്മളെന്താ വചനത്തിൽ വായിക്കുന്നത്? എബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയെന്ന വായിക്കുന്നത്. അതിന്റെ ശരിയായ തർജ്ജമ തന്റെ മരണത്താൽ ശക്തിരഹിതനാക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായ നമ്മെ വിടുവിച്ചു. പിശാച് ശക്തിരഹിതനാക്കപ്പെട്ടവനാ. ചില കാലത്തെ കൊണ്ട് പ്രവർത്തിക്കാൻ അവന് അനുവാദമുണ്ട്, പക്ഷെ അവൻ ഡിഫീറ്റഡ് എനിമിയാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് ഉണർന്നിരുന്ന് ഇവിടെ പറയുന്നത് എന്താ? ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുക. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലും അത് തന്നെയല്ലേ വായിച്ചത്? യാക്കോബ് 4-ാം അധ്യായത്തിൽ വായിച്ചത്, ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു. 7-ാം വാക്യം, ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ദൈവവൈതൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ദൈവത്തിന് കീഴടങ്ങുക, നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഒരു വിശ്വാസി ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കിയാൽ യാക്കോബ് പറയുകയാണ്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രം മനസ്സിലാക്കി നമ്മെ തന്നെ സൂക്ഷിച്ച് ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള വ്യക്തമായ ആഹ്വാനം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 5-ാമത് അതിന്റെ 10-ാമത്തെ വാക്യം,
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം തൊട്ട് ചിന്തിച്ച കാര്യം ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന ലേഖനമാ. അതിൻ്റെ ആ കൺക്ലൂഷനിലേക്ക് കടന്നു വരുമ്പോഴും അതേ കാര്യം തന്നെ അവരെ ഓർപ്പിക്കുക. നിങ്ങൾ സഹിക്കുന്ന ഈ കഷ്ടം ഇതെന്നും തുടരുന്ന കഷ്ടമല്ല, ഇത് അല്പകാലത്തേക്ക് മാത്രമുള്ള കഷ്ടമാണ്. നമ്മെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആരാ അതിനുള്ള ബലം തരുന്നത്? പൗലോസ് പറഞ്ഞു, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഈ ഉപദ്രവം, ഈ പ്രോസിക്യൂഷൻ, ഈ കഷ്ടത അത് മാറ്റാനായിട്ട്, നമ്മെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ആ ദൈവം നമുക്ക് ബലം തരും, ദൈവം നമുക്ക് കൃപ തരും. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യ തേജസ്സിന് വേണ്ടിയാണ്. 1-ാം അധ്യായത്തിൽ തന്നെ ആ കാര്യം പത്രോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ ഓർപ്പിക്കുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. അത് യഥാസമയം, ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞ് വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ പതറാതിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലോചനയാണ്. നമുക്കറിയാം, 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് മധ്യ തിരുവിതാംകൂർ സെൻട്രൽ ട്രാവൻകൂർ മുഴുവൻ വെള്ളത്തിലായ സമയത്ത് അന്നൊരു അച്ഛൻ ഒരു പാട്ടെഴുതി. അന്ന് ഒരു ഫേമസ് ആയ ഒരു പാട്ടാണ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്നും പറഞ്ഞ് പുള്ളി വലിയൊരു പാട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്, ഫേമസ് ആയ ഒരു പാട്ടാണ്. അത് ഏത് പ്രശ്നത്തിൻ്റെ നടുവിലൂടെ നാം കടന്നു പോയാലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്. കാരണം നാം നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇവിടെ പത്രോസ് വിശ്വാസികൾക്ക് ആഹ്വാനം നൽകുകയാണ്. എന്നിട്ട് ഒന്നാമത് നമ്മൾ കണ്ടു, ഇളയവർ കീഴടങ്ങണം. ഒന്നാമത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, മൂപ്പന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്യണം. പിന്നീട് ഇളയവർ കീഴടങ്ങണം. എല്ലാവരും തമ്മിൽ കീഴടങ്ങണം. സകല ചിന്താകുലവും നമ്മെ കരുതുന്ന ദൈവത്തിൽ ഇട്ടുകൊള്ളണം. നാം പിശാചിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ ഉണർന്നിരിക്കണം. ഈ കഷ്ടത അല്പകാലത്തേക്ക് മാത്രമാണ്. 12-ാം വാക്യത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരെ ധൈര്യപ്പെടുത്തുന്ന പത്രോസിനെ കാണാനായിട്ട് കഴിയും. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ പത്രോസ് ലേഖനം എഴുതിയെങ്കിലും അത് യഥാർത്ഥത്തിൽ എഴുതിയതാരാ? സിൽവാനോസ്. പത്രോസ് പറഞ്ഞു കൊടുത്തു, അത് സിൽവാനോസ് ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ എഴുതി. എന്നിട്ട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ഈ ലേഖനം കൊണ്ട് ധൈര്യപ്പെടുത്തുന്ന പത്രോസിനെ നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. അത് നമ്മെ നമ്മുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കുക. ഒരു കൂട്ടു സഹോദരൻ, ഒരു കൂട്ടു സഹോദരി പ്രശ്നത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലത്തിലായിരിക്കുമ്പോൾ അവരെ ഒന്ന് ഫോണിൽ വിളിക്കുന്നത് അവർക്ക് ആശ്വാസമാണ്.
അവരെ ഒന്ന് വീട്ടിൽ പോയി കണ്ടാൽ അല്പം കൂടെ ആശ്വാസം. ഇനി അല്പസമയം ആ വീട്ടിൽ ചെലവഴിച്ച് അവരുടെ പ്രശ്നത്തിന്റെ നടുവിൽ അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് അല്പം കൂടെ അവരെ ധൈര്യപ്പെടുത്തും. ഇനി സാമ്പത്തികമായ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്ന്, കരം തുറന്ന്, പേഴ്സ് തുറന്ന് അവരുടെ പ്രശ്നത്തിൽ, ആവശ്യത്തിൽ അവരെ സഹായിച്ചാൽ പിന്നെയും ആശ്വാസമാണ്. പത്രോസ് ചെയ്യുന്നത് തന്നെയാണ്. വിശ്വാസികളെ മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആശ്വാസം നൽകുന്നു. അത് നമ്മുടെ ആ നിലയിലുള്ള ഉത്തരവാദിത്വം നമ്മെ ഓർപ്പിക്കുകയാണ്. ഏഴാമത്, അവസാനമായിട്ട് അതിൻ്റെ 13-ാം വാക്യം, 13-14, നിങ്ങളുടെ സഹഹൃദയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവീൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. കൂട്ടുസഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക. ബാബിലോണിലെ സഭ, നമ്മുടെ ക്ലാസിൻ്റെ ആരംഭ നാളുകളിൽ ചിന്തിച്ചതാണ്. അപ്പോസ്തലനായ പത്രോസ് റോമൻ പട്ടണത്തിൽ നിന്ന് ലേഖനം എഴുതുമ്പോൾ താൻ ഏത് സ്ഥലത്ത് നിന്ന് ലേഖനം എഴുതുന്നുവെന്ന് തന്നെ അന്വേഷിക്കുന്ന റോമൻ അധികാരികൾ മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി, പടയാളികൾ തന്നെ മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി റോമാ പട്ടണത്തിൽ വെച്ച് ലേഖനം എഴുതുമ്പോൾ ആലങ്കാരികമായി ബാബിലോൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് നമ്മൾ ആദ്യത്തെ ആ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. മാത്രമല്ല, എനിക്ക് മകനായ മർക്കോസും, നമുക്കറിയാം മർക്കോസ് പത്രോസിന്റെ മകനല്ല, അതും ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. അന്നേരം ആ സെന്റൻസിൽ തന്നെ നമുക്ക് ആലങ്കാരികമായ പ്രയോഗം കാണാനായിട്ട് കഴിയും. കൂട്ടു സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന റോമയിലെ സഭ, അതുപോലെ തന്നെ മർക്കോസ് എന്ന ദൈവത്തിന്റെ ദാസൻ. പത്രോസ് തനിക്കറിയാവുന്ന, അടുത്തറിയാവുന്നവരെ താൻ അന്വേഷിക്കുന്നു. അതാണ് ഞാൻ ആറാമത് പറഞ്ഞത്. ഏഴാമത്, തങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത വിശ്വാസികളുടെ, അന്യസ്ഥലത്തുള്ള വിശ്വാസികളുടെ, റോമാ പട്ടണത്തിലിരിക്കുമ്പോൾ അങ്ങ് തുർക്കിയിലുമൊക്കെ ചിതറപ്പെട്ട് കിടക്കുന്ന ദൈവമക്കളെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കുറിച്ചുള്ള സൂചനയാ 13-ാം വാക്യം നമുക്ക് നൽകുന്നത്. അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പട്ടം സഭയിലായിരിക്കുമ്പം പട്ടം സഭയിലെ വിശ്വാസികളുടെ കാര്യം ഒന്നാമത് അന്വേഷിക്കണം. അത് കഴിഞ്ഞാൽ മറ്റ് സഭകളിലുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന, ആവശ്യങ്ങളുടെ മുഖത്ത് കഴിയുന്ന ദൈവമക്കളെ കുറിച്ച് നാം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസിയ പട്ടണത്തിൽ പോയിട്ടില്ല. ആ സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ടത് പൗലോസിന്റെ ശുശ്രൂഷ മുഖാന്തരമല്ല. എന്നാൽ ആ സഭയെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മൾ ആ ലേഖനത്തിൽ വായിക്കുന്നു, അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥലസഭയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഒന്നാമത്തെ പ്രാധാന്യം നമ്മുടെ സഭയാണ്, സ്ഥലം സഭയാണ്. അപ്പോൾ തന്നെ ഇതര സഭകളിലുള്ള, എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ഉപദേശത്തെ നാം വിശ്വസിക്കുന്ന അതേ ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന ദൈവമക്കൾ മറ്റ് സ്ഥലങ്ങളിലുള്ളപ്പോൾ അവരെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കരുതുവാനുമുള്ള ഉത്തരവാദിത്വം ഈ 13-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നമുക്കറിയാം, കർത്താവ് നമുക്ക് സമാധാനം നൽകി. ആ സമാധാനം അനുഭവിക്കുന്നവരായി മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ പത്രോസിന്റെ 1-ാം ലേഖനം നമ്മൾ അനേക ആഴ്ചകൾ ദൈവവചനത്തിൽ നിന്ന് ഈ ലേഖനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഈ ലേഖനം നേരത്തെ ബൈബിൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 5 ക്ലാസ് കൊണ്ട് അല്ലെ 10 ക്ലാസ് കൊണ്ടൊക്കെ പഠിപ്പിച്ച്
തീർക്കുന്നത്. എന്നാൽ വിശദീകരിച്ച് വളരെ വിശദമായിട്ട് ഈ ലേഖനം എനിക്കും പഠിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഇനിയും ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇനി ഈ ലേഖനം എവിടെയെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പയർഡ് നോട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ യാത്ര ചെയ്യുമ്പം പട്ടം ബ്രദറൻ യൂട്യൂബിലോട്ടൊന്ന് കയറിയാൽ ഈ ക്ലാസ് കേട്ടോണ്ട് എനിക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയും. പല ക്ലാസ്സുകളൊക്കെ ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട്. അത് ആ നിലയിൽ ഈ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ സഭയ്ക്കും ദൈവമക്കൾക്കുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അടുത്ത ആഴ്ച കൊണ്ടേ തീരുകയുള്ളൂ, പക്ഷേ ഈ ആഴ്ച കൊണ്ട് ക്ലാസ് തീർന്നിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ദൈവം നൽകുന്ന ആ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.